Co-operative സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അക്കൗണ്ടൻസിയുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളോ അവയുടെ ഉത്തരങ്ങളുമാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ചോദ്യത്തിലേക്ക് കടക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട് എന്നാണ് ചോദ്യം. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട്. ഓണറുടെ ബിസിനസ്സിൻ്റെ ഉടമസ്ഥൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ പെടുന്നതാണ് ക്യാപിറ്റൽ ഡ്രോയിങ്സ് അതൊക്കെ. അപ്പം ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട്. റെൻറ്റ് പെയ്ഡ് ടു ലാൻഡ് ലോഡ് ഷുഡ് ബി ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്. റെൻറ്റ് പെയ്ഡ് ടു ലാൻഡ് ലോഡ് ഷുഡ് ബി ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്. അത് ലാൻഡ് ലോഡ് അക്കൗണ്ടിലാണോ റെൻ്റ് അക്കൗണ്ടിലാണോ എന്നൊക്കെ നമുക്ക് സംശയം ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും ചോദ്യങ്ങൾ ഓപ്ഷൻസ് തരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റെൻറ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസാണ്. ആ എക്സ്പെൻസ് കൊടുക്കുമ്പോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ടിൽ പെടുന്നതാണ്. റെൻറ്റ് നോമിനൽ അക്കൗണ്ടാണ്, ഒരു എക്സ്പെൻസാണ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ഉള്ള നോമിനൽ അക്കൗണ്ട് നിയമം അനുസരിച്ച് റെൻ്റ് അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ആർക്ക് കൊടുക്കുന്നു എന്നുള്ളതല്ല. എന്ത് കൊടുക്കുന്നു? റെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ റെൻ്റ് അക്കൗണ്ടിനെ വേണം ഡെബിറ്റ് ചെയ്യാൻ. റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് അതിൻ്റെ എൻട്രി വരിക. അപ്പോൾ റെൻറ്റ് പെയ്ഡ് ടു ലാൻഡ് ലോഡ് ഷുഡ് ബി ഡെബിറ്റഡ് ടു റെൻ്റ് അക്കൗണ്ട്. ക്ലോസിംഗ് എൻട്രീസ് ആർ എൻറ്റേഡ് ഇൻ ഡാഷ്. ക്ലോസിംഗ് എൻട്രീസ് ആർ എൻറ്റേഡ് ഇൻ. ക്ലോസിംഗ് എൻട്രീസ് എവിടെ എഴുതുക? ജേണൽ പ്രോപ്പറിലാണ്. ക്ലോസിംഗ് എൻട്രീസ് ആർ എൻറ്റേഡ് ഇൻ ജേണൽ പ്രോപ്പർ. എല്ലാ മിസ്സലേനിയസ് എൻട്രീസും ജേണൽ പ്രോപ്പറിലാണ് എഴുതുക. ക്ലോസിംഗ് എൻട്രീസ് മാത്രമല്ല, ഓപ്പണിംഗ് എൻട്രീസ്, ട്രാൻസ്ഫർ എൻട്രീസ്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ്, അതുപോലെ റെക്ടിഫിക്കേഷൻ എൻട്രീസ്, ഇതെല്ലാം ജേണൽ പ്രോപ്പറിലാണ് എഴുതുന്നത്. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ. അതും ജേണൽ പ്രോപ്പറാണ്. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റ്സ്, കടമായിട്ട് അസറ്റ്സ് വാങ്ങുന്നത് രേഖപ്പെടുത്തുന്നത് ജേണൽ പ്രോപ്പറിലാണ്. അണ്ടർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് depreciation is calculated on dash of the asset. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലെ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? അണ്ടർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ്. അസറ്റിൻ്റെ യഥാർത്ഥ വില എത്രയാണോ അതിന്മേലാണ് കണക്കാക്കുക. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്നാണ് അതിൻ്റെ ശരിയായിട്ടുള്ള പേര്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്നൊക്കെ അതിനെ വിളിക്കുന്നുണ്ട്. പർച്ചേസ് ഓഫ് ആൻ അസറ്റ് ഫോർ ക്യാഷ് കീപ്സ് ടോട്ടൽ അസറ്റ്സ് അൺചേഞ്ച്ഡ്. ഇപ്പോൾ ഒരു അസറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ, അതായത് അക്കൗണ്ടിങ് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു അസറ്റ് വാങ്ങുമ്പോൾ ശരിക്കും അസറ്റ് വാങ്ങുമ്പോൾ അസറ്റ് കൂടുന്നു, അതേസമയം തന്നെ മറ്റൊരു അസറ്റായ ക്യാഷ് കുറയുന്നു. അപ്പോൾ അവിടെ ചേഞ്ച് ഉണ്ടാകുന്നില്ല. അതാണ് അൺചേഞ്ച്ഡ് എന്ന് പറയുന്നത്. പർച്ചേസ് ഓഫ് ആൻ അസറ്റ് ഫോർ ക്യാഷ് കീപ്സ് ടോട്ടൽ അസറ്റ്സ് അൺചേഞ്ച്ഡ്. നരേഷൻ ഈസ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഗിവൺ ആഫ്റ്റർ എവരി ജേണൽ എൻട്രി. നരേഷൻ ഈസ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഗിവൺ ആഫ്റ്റർ എവരി ജേണൽ എൻട്രി. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആർ ഡാഷ് അക്കൗണ്ട്. Outstanding expenses are representative personal account. Debit balance means either an expense or an asset. Debit balance means either an expense or an asset. Debit balance പറഞ്ഞാൽ ഒന്നുകിൽ ഒരു ചിലവായിരിക്കും അല്ലെങ്കിൽ ഒരു അസറ്റ് ആയിരിക്കും. അതുപോലെ ക്രെഡിറ്റ് ബാലൻസ് മീൻസ് either an income or a liability. ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു ഇൻകം ആയിരിക്കും അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി ആയിരിക്കും. ബാങ്ക് അക്കൗണ്ട് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ടാണ്. പേഴ്സണൽ അക്കൗണ്ടുകൾ തന്നെ 2-3 തരം ഉണ്ടല്ലോ. ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, പിന്നെ നമ്മൾ മുമ്പ് കണ്ട റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്. അങ്ങനെയൊക്കെ തിരിച്ചിട്ടുണ്ട്. അപ്പം ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ഏത് സ്ഥാപനത്തെ പറ്റിയുള്ള എല്ലാ അക്കൗണ്ടുകളും ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ടാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട്. Personal accounts are classified into natural, artificial, representative personal account. അങ്ങനെ വരും. ഇനി ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഡാഷ്. ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ കസ്റ്റമർ ഓഫ് ദ ബാങ്ക്.
When a customer deposits money into bank, his passbook is credited by the bank. ഒരു കസ്റ്റമറെ ബാങ്കിലോട്ട് പണം നിക്ഷേപിക്കുമ്പോൾ ബാങ്ക് ആളുടെ പാസ്ബുക്ക് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്. അപ്പോൾ ബിസിനസ്സിൽ നിന്ന് പണം നിക്ഷേപിക്കുമ്പോൾ ശരിക്കും നമ്മൾ ക്യാഷ് ബുക്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ക്യാഷ് ബുക്കിൽ ബാങ്ക് കോളത്തിൽ ഡെബിറ്റ് ചെയ്യുക, ബാങ്ക് ബാലൻസ് കൂടിയുന്നു. അപ്പോൾ ബാങ്ക് ചെയ്യുന്നത് എന്താണ്? ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കസ്റ്റമറുടെ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ. When a customer deposits money into bank, his passbook is credited by the bank. The irrecoverable portion of sundry debtors is dash. Sundry debtors-ന്റെ നമുക്ക് കിട്ടാത്ത ഭാഗത്തെ എന്താ വിളിക്കുക? Bad debt. The irrecoverable portion of sundry debtors is bad debt. Interest on capital is debited to profit and loss account. Credited to എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ടാണ്, ഡെബിറ്റഡ് ടു പി ആൻഡ് എൽ അക്കൗണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് whichever is less. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ എന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് whichever is less. Errors cancelled by themselves are called compensating errors. Errors cancelled by themselves are called compensating errors. Another name of current asset is circulating asset or floating asset. Current assetന്റെ മറ്റു പേരുകളാണ് സർക്കുലേറ്റിംഗ് അസറ്റ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് അസറ്റ് എന്നൊക്കെ പറയും. Suspense account is a temporary account. Scrap value is also known as, scrap valueൻ്റെ മറ്റൊരു പേര് ബ്രേക്കപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ ഈസ് ഓൾസോ നോൺ ആസ് ബ്രേക്കപ്പ് വാല്യൂ, അല്ലെങ്കിൽ വേറൊരു പേരുമുണ്ട് സാൽവേജ് വാല്യൂ എന്ന് പറയും. സാൽവേജ് വാല്യൂ. റിട്ടേൺ എവിഡൻസ് ഫോർ പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് ഈസ് നോൺ ആസ് വൗച്ചർ. റിട്ടേൺ എവിഡൻസ് ഫോർ പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് ഈസ് നോൺ ആസ് വൗച്ചർ. Docket is a type of voucher. Docket, DOCKET. Docket is a type of voucher. ഒരു തരം വൗച്ചറിനെയാണ് നമ്മൾ ഡോക്കറ്റ് എന്ന് പറയുക. Undercasting of sales book is corrected by, സെയിൽസ് ബുക്ക് അല്ലെങ്കിൽ സെയിൽസ് ഡേ ബുക്ക് കൂട്ടിയപ്പോൾ കുറഞ്ഞു പോയി, അതെങ്ങനെ റെക്ടിഫൈ ചെയ്യുമ്പോൾ ക്രെഡിറ്റിംഗ് സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്താൽ മതി. പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ഈസ് ഓൾസോ നോൺ ആസ് returns outward account. Purchase returns account is also known as return outward account. Sales returns is also known as sales returns account is also known as returns inwards account. Sales minus cost of goods sold is equals to gross profit. Sales minus cost of goods sold is equals to gross profit. Preliminary expense is an example of deferred revenue expenditure. Preliminary expense is an example of deferred revenue expenditure. Old furniture sold should be credited to furniture account. ഫർണിച്ചർ അക്കൗണ്ടിൽ വേണം. അത് പഴയ ഓൾഡ് ഫർണിച്ചർ ആണെങ്കിലും ന്യൂ ഫർണിച്ചർ ആണെങ്കിലും ഏതൊരു അസറ്റ് വിൽക്കുമ്പോഴും നമ്മൾ ആ അസറ്റ് അക്കൗണ്ടിൽ വേണം ക്രെഡിറ്റ് ചെയ്യാൻ. അതുപോലെ ഏത് അസറ്റ് ഓൾഡ് ആണെങ്കിലും ന്യൂ ആണെങ്കിലും വാങ്ങുമ്പോൾ നമ്മൾ ആ അസറ്റ് അക്കൗണ്ടിൽ വേണം ഡെബിറ്റ് ചെയ്യാൻ. ക്രെഡിറ്റ് നോട്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത്, എന്തുമായി ബന്ധപ്പെട്ടാണ്? ക്രെഡിറ്റ് നോട്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് സെയിൽസ് റിട്ടേൺസ് ആണ്. ഡെബിറ്റ് നോട്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് പർച്ചേസ് റിട്ടേൺസ്. അത് തമ്മിൽ മാറരുത്, ശ്രദ്ധിക്കേണ്ടതാണ്. ക്രെഡിറ്റ് നോട്ട് സെയിൽസ് റിട്ടേൺസ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുപോലെ ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത് പർച്ചേസ് റിട്ടേൺസ് ബുക്കുമായി ബന്ധപ്പെട്ടാണ്. ക്യാഷ് ബുക്കിൻ്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ. ക്യാഷ് ബുക്ക് ഈസ് ബോത്ത് ജേണൽ ആൻഡ് ലെഡ്ജർ. ജേണൽ ലെഡ്ജറുമാണ് ക്യാഷ് ബുക്ക്. ഇനി സസ്പെൻസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഈ എറേഴ്സ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് എറേഴ്സ് റെക്ടിഫൈ ചെയ്യണമെങ്കിൽ സസ്പെൻസ് അക്കൗണ്ട് വേണോ വേണ്ടിയോ എന്നുള്ളതാണ്. When errors are rectified before the preparation of financial statements,
സസ്പെൻസ് അക്കൗണ്ട് ഈസ് നോട്ട് ഓപ്പൺ. സസ്പെൻസ് അക്കൗണ്ട് ആവശ്യമില്ല. അതിൽ നമുക്ക് ആ എൻട്രി അവിടെ എഴുതിയാൽ മതി. മിക്കവാറും ഇത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സൈഡ് എറേഴ്സിനാണ് വരിക. അപ്പം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ടുള്ള റെക്ടിഫിക്കേഷൻ നമ്മൾ അവിടെ തന്നെ അങ്ങ് എഴുതി വെച്ചാൽ മതി. ആ അക്കൗണ്ടിൽ എവിടെയാണോ കുറവ്, അല്ലെങ്കിൽ അവിടെ നമ്മൾ ഏത് എററാണോ അത് റെക്ടിഫൈ ചെയ്തതായിട്ട് കാണിച്ചാൽ മതി. എന്നാൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആക്കുന്നതിന് മുമ്പായിട്ട്, അതായത് ഇത് ശരിക്കും ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് എറേഴ്സിൻ്റെ ഇത് റെക്ടിഫൈ ചെയ്യാൻ സസ്പെൻസ് അക്കൗണ്ട് ആവശ്യമില്ല. പക്ഷേ ട്രയൽ ബാലൻസ് തയ്യാറാക്കിയതിന് ശേഷം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ടെമ്പററി ആയിട്ട് നമ്മളവിടെ അക്കൗണ്ട് പോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനാൻഷ്യൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. പിന്നീട് നമ്മൾ നെക്സ്റ്റ് ഇയറിൽ അത് കറക്റ്റ് ചെയ്യുകയാണ്. സസ്പെൻസ് അക്കൗണ്ട് ക്യാൻസൽ ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ട് ശരിയായ ഇതിലോട്ട് മാറ്റുക ചെയ്യുക. അങ്ങനെയാണ് ചെയ്യുന്നത്. ബേസിക് ഫങ്ഷൻ ഓഫ് അക്കൗണ്ടിങ് ഈസ്, അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റെക്കോർഡിംഗ് ആണ്. ബേസിക് ഫങ്ഷൻ ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡിംഗ്. അതുപോലെ അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ക്യാഷ് അക്കൗണ്ട് ഓൾവേസ് ഷോസ് ഡെബിറ്റ് ബാലൻസ്. പിന്നെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ GAAP, ഗ്യാപ്പ് ഫുൾ ഫോം ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നാണ്. ദി ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഒരു സഹകരണ സ്ഥാപനത്തിലെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്ന ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി ഡേ ബുക്കാണ്. അഡ്ജസ്റ്റിംഗ് ഹെഡ്സ് ഡ്യൂ ടു ഈസ് അസറ്റ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അഡ്ജസ്റ്റിംഗ് ഹെഡ്സ് ഡ്യൂ ടു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഡ്യൂ ടു എന്ന് പറയുന്ന ഒരു സഹകരണ സ്ഥാപനത്തിൽ അസറ്റാണ്. ഡ്യൂ ബൈ എന്ന് പറയുന്ന ലയബിലിറ്റിയാണ്. ഡിപ്രീസിയേഷൻ ചാർജ് ഫോർ കമ്പ്യൂട്ടേഴ്സ് ഇൻ ഫസ്റ്റ് ഇയർ. ഈ കമ്പ്യൂട്ടറിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന ആദ്യത്തെ വർഷം 34% ആണ്. 34%. ഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ഷോൺ ഇൻ ട്രേഡിംഗ് അക്കൗണ്ട്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ഷോൺ ഇൻ P&L അക്കൗണ്ട്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻക്ലൂഡ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഈ ഇന്നത്തെ ചോദ്യങ്ങൾ ഉത്തരങ്ങളും എല്ലാം പല പ്രാവശ്യം കേട്ട് നിങ്ങൾ മനസ്സിൽ അത് പതിപ്പിക്കുക. പരീക്ഷയ്ക്ക് അങ്ങനെ ആണെങ്കിൽ പെട്ടെന്ന് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മുടെ മനസ്സിൽ നിന്ന് മാറത്തില്ല. അപ്പോൾ അതുപോലെ നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വർമാസ് കോഓപ്പറേറ്റീവ് സ്റ്റഡീസ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാകട്ടെ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.